സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ 15-കാരനെ കാണാതായി. വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അമ്പലപ്പുഴയിൽ അമ്മയ്ക്കും 4 വയസ്സുള്ള കുഞ്ഞിനും പരിക്കേറ്റു. പലയിടത്തും മണ്ണിടിഞ്ഞും മരം ഒടിഞ്ഞു വീണും മറ്റും വീടുകൾ തകർന്നു. വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. ജലനിരപ്പ് ഉയർന്നതോടെ പെരിങ്ങൽകുത്ത്, കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകൾ തുറന്നു. ചാവക്കാടും പൊന്നാനിയിലും കൊച്ചി കണ്ണമ്മാലിയിലും കടലാക്രമണം ഉണ്ടായി. മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. അടുത്ത 3 ദിവസം വരെ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇന്നും കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അലർട്ടുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ജൂൺ 27 വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജൂൺ 27 അവധിയായിരിക്കും.